ആ 2.25 ലക്ഷം റുപ്യന്റെ ബൈക്ക് എടുത്ത് അഫാനി കുമിള് പോലത്തെ ഒരു മുടിയും പറപ്പിച്ച് നാട്ടിലൂടെ സറാ പറാന്ന് പറഞ്ഞ് പറക്കുമ്പോ അതിലൊഴിക്കാനുള്ള പെട്രോളിന് എവിടുന്ന് പൈസ കിട്ടി എന്ന് നാട്ടുകാരൊന്നും ചിന്തിച്ചില്ല. ആ അഫാന് 2 കാമുകിയുണ്ട്. എനിക്ക് അതാ സങ്കടം വന്നു. ഇവിടെ മര്യാദക്കുള്ള ഒരൊറ്റ ആൺകുട്ടിക്കൊന്നും പെണ്ണിനെ കിട്ടുന്നില്ല. ഒരു പണിയില്ലാണ്ട് ബൈക്കുമ്പോൾ കൂടി കുമിളി പോലത്തെ മുടിയും പറക്കുന്ന അഫാന് 2 കാമുകി. അതിൽ പഠിക്കാത്ത കുട്ടിയല്ല, BSc കെമിസ്ട്രി 2ാം വർഷ വിദ്യാർത്ഥി. പക്ഷെ ആ വിദ്യാർത്ഥിയെയും അഫാൻ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇരുമ്പ് കൊണ്ട് അടിച്ചു കൊന്നുകളഞ്ഞു. അവന്റെ സാമ്പത്തിക പ്രതിസന്ധിയുള്ള സമയത്ത് അവനെ സാമ്പത്തികമായി സഹായിച്ച വല്യുപ്പേനെ അടിച്ചു കൊന്നുകളഞ്ഞു. ഈ വല്യുമ്മേനെ അടിച്ചു കൊന്നുകളഞ്ഞു. അവസാനം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവൻ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, എനിക്ക് 7 ആളെ കൊല്ലണം എന്നുണ്ടേനു, ഇരുടായി പോയോണ്ട് 5 ആളെ കൊന്നിട്ടുള്ളൂ. ലെവലേശം കുറ്റബോധമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ, ഒരാളെ ഇപ്പൊ ഞാൻ എന്റെ ഭാര്യ എന്നോട് കുടുകുടു പറഞ്ഞിട്ട് ഒരടി ഇട്ടിട്ട് ഉള്ള ഇടയ്ക്ക് ചത്തു. പക്ഷെ അതിലെനിക്ക് കുറ്റബോധം ഉണ്ടാവും പിന്നീട്. ഉമ്മേനെയും വല്ലുപ്പേനെയും വല്ലുമ്മേനെയും കാമുകിനെയും 9ാം ക്ലാസ്സിലെ സ്വന്തം കൂടപ്പുറപ്പിനെയും തലക്കടിച്ചു കൊന്നിട്ട് അഫാൻ അഭിമാനത്തോടു കൂടി സ്റ്റേഷനിൽ വന്നിട്ട് പറയാ, എനിക്ക് ഇനിയും 2 ആളെയും കൂടി കൊല്ലണം എന്നുണ്ടേനു, സമയമായി പോയി. എന്റെ പ്രശ്നം എന്താ അറിയോ, നിങ്ങളുടെ തല എപ്പോഴാ നിങ്ങളെ മക്കളെ അടിച്ചു പൊട്ടിക്കുക? ഇങ്ങനെ പൊന്നുപോലെ പോറ്റി 9ാം ക്ലാസ്സിലെ മകൻ എപ്പോഴാണ് ഏട്ടന്റെ അടിയായിട്ട് മരിക്കുക എന്നുള്ള എന്റെ ടെൻഷൻ. അതുകൊണ്ട് അവരെ ബോധവൽക്കരണം നടത്താൻ, ഏറ്റവും ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്താൻ ഏറ്റവും നല്ല 2 ഉദാഹരണം ഈ അഫാനും ഈ ചെക്കനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെ, ഈ കുട്ടികളെ എങ്ങനെയാ ഇങ്ങനെ ആയിപ്പോയതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഞാനും അധികം നീട്ടുന്നില്ല. യെസ് ഓർ നോ? നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഒരു കഥ കേൾക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാ? എങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ ടിപ്പേ പറയാനുണ്ട്. ഒന്ന്, നിങ്ങളൊന്നും കള്ളനല്ലാതെ ജീവിക്കുക. കള്ളനല്ലാതെ ജീവിക്കുക. നിങ്ങൾ കള്ളന്മാരാണോ? യെസ് ഓർ നോ? ഒന്ന് ഒച്ചത്ത് പറ. വെരി ഗുഡ്. ഇത്രയും കള്ളത്തം പറയുന്ന മനുഷ്യന്മാർ ആദ്യമായിട്ട് കാണും. പോട്ടെ, അത് വിട്ടേക്ക്, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ കള്ളനെ കണ്ടിക്കാം. കള്ളനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. വെരി ഗുഡ്. പോട്ടെ, അതും വിട്ടേ. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള കള്ളൻ എങ്ങനെയാണ്? കള്ളൻ എങ്ങനെ ഉണ്ടാവുക? പാഞ്ച എങ്ങനെ ഉണ്ടാവുക? കള്ളന്റെ കോലം പറ. ആ കറുത്തുരുണ്ട്, ഉണ്ട കണ്ണ്, ചെവിമല് രോമം, വെളിച്ചെണ്ണയെല്ലാം പെരട്ടി, ഒരു ട്രൗസർ ഇട്ട അച്ചങ്ങായിയല്ലേ കള്ളൻ? പോട്ടെ, അതും വിട്ടേക്ക്. ഇന്ന് രാത്രി നിങ്ങളെ വീട്ടിൽ കള്ളം വന്നു, നിങ്ങൾ എന്ത് ചെയ്യും? വേം പറ. പറഞ്ഞോ. നല്ലണോ? കള്ളനെ കാണുമ്പോ, തങ്കപ്പെട്ട നാട്ടുകാരുടെ കള്ളനെ കാണുമ്പോ ഒന്നും കൂടി പുതച്ചങ്ങ് ഉറങ്ങിക്കള. ഇതന്നെയാ നമ്മളെ സൂല് മൃഗശാലയിൽ പോയിട്ട് ഒരു കുട്ടി ചോദിച്ചിരുന്നു, അവിടെ സിംഹങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന മൃഗശാലയിൽ പോയിട്ട് ചോദിച്ചു, ഈ മൃഗശാല സൂക്ഷിപ്പുകാരാ, ഈ സിംഹാറ്റം നമ്മളെ നേരെ ചാടിയാല് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ആ മൃഗശാല സൂക്ഷിപ്പുകാരൻ പറഞ്ഞൊരു വർത്താനുണ്ട്, സിംഹം അതുള്ളുന്നെങ്കിൽ നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട, ഇങ്ങനെ നിന്നാ മതി, ബാക്കിയെല്ലാം സിംഹം ചെയ്തോളൂ. അതുപോലെ ആ കുട്ടി പറയുന്നത്, കള്ളനെ കണ്ട ഞാനൊന്നും ചെയ്യില്ല, കണ്ണും കൂട്ടി ഇങ്ങനെ നിൽക്കൂ. ഞാൻ ഇന്നുവരെ ഈ ചോദ്യം ചോദിച്ച വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞത് 3 ചോദ്യത്തിന് ഉത്തരം അവര് പറയും. ഒന്ന്, കള്ളനെ കണ്ട നിലവിളിക്കും പോലും, കള്ളം വന്ന് കൂക്കിയിടും. 2ാമത്തെ ടീം പറഞ്ഞ് ചാക്കിട്ട് മൂടിയിട്ട് ഒലക്കൊണ്ടടിക്കും. 3ാമത്തെ ടീം പറഞ്ഞു, 3ാമത്തെ അഭിപ്രായം എന്ന് പറയുക പോലീസിനെ വിളിക്കും. ഞാൻ ഇതുവരെ കേട്ട 3 അഭിപ്രായം ഇങ്ങനെയാ. ഇതിലപ്പുറം എന്തെങ്കിലും അഭിപ്രായങ്ങൾക്ക് ഉണ്ടാ? നിങ്ങൾ വീട്ടിൽ വന്നാൽ ഇത് തന്നെയല്ലേ ചെയ്യാ? എന്നാൽ ഒരു സംഗതി ഞാൻ 40 കള്ളം കാര്യ വീട്ടിൽ പോയിന്. 22 വീട്ടുകാർ കള്ളനെ കണ്ടിന്. 18 വീട്ടുകാർ പറഞ്ഞ് കള്ളം കൊണ്ടോയിന്, കള്ളനാ കൊണ്ടോയത്, ഞാൻ കണ്ടിക്കില്ല. ആ 22 വീട്ടുകാരോട് നമ്മൾ ചോദിച്ച, എല്ലാ വീട്ടുകാരെ നിങ്ങൾക്കൊന്ന് നിലവിളിച്ചൂടേന, നിങ്ങൾക്കൊന്ന് ചാക്കിട്ട് മൂടിയിട്ട് ഒലക്കൊണ്ട് അടിച്ചൂടേന, നിങ്ങൾക്ക് പോലീസിനെ വിളിച്ചൂടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഈ 22 വീട്ടുകാരും പറഞ്ഞ മറുപടി എന്നാരോ, അങ്ങനല്ല ഉണ്ടേനും, നിലവിളിക്കണം എന്നുണ്ടേനും, കൂക്കിയിടണം എന്നുണ്ടേനും, പോലീസിനെ വിളിക്കണം എന്നുണ്ടേനും, പക്ഷെ കള്ളനെ കണ്ടപ്പോ തുപ്പലിറങ്ങിപ്പോയി പോലും.
അതിലെനിക്ക് ഏറ്റവും ചിരി വരുന്ന ഒരു സാധനം കള്ളനെ കണ്ടപ്പോ 8 വീട്ടുകാർ ബോധം കെട്ട് വീണുപോയി. ഈ ബോധം കെട്ട വീട്ടുകാർ ആസ്പത്രിയിൽ എത്തിച്ചത് കള്ളനാ പോലും. അതാണ് അതിൽ ഏറ്റവും ട്വിസ്റ്റ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതറിയോ, നിങ്ങളെ നാമൂസൊന്നും വേണ്ട. നിങ്ങളെ വീട്ടിൽ ഒളിച്ചോടിയാലും നിങ്ങളൊന്നും ചെയ്യില്ല, തൂങ്ങിച്ചെത്താലും ഒന്നും ചെയ്യില്ല, കള്ളം വന്നാലും നിങ്ങളൊന്നും ചെയ്യും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാണെന്നറിയോ, ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കള്ളൻ ആരാണെന്ന് അറിയണം. ഹൂയിസ് കള്ളൻ? നിങ്ങൾ ഇന്ത്യയിലാണോ ജീവിക്കുന്നത്? എങ്കിൽ എനിക്ക് ഈ മഹലിനോട് പറയാനുള്ളത് എന്താ അറിയോ, നിങ്ങൾ ഇന്ത്യയിലല്ല, സൗദിയിലല്ല, ഉഗാണ്ടയിലല്ല, എവിടെ ജീവിച്ചു ഒന്നും പ്രശ്നമില്ല. ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സകല ചോദ്യത്തിനും ഉത്തരം നൽകുന്ന നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്. നിങ്ങൾ ബാപ്പ പറയുന്നതും ഉമ്മ പറയുന്നതും ഭാഷ പറയുന്നതും ഒന്നും കേൾക്കണ്ട. നിങ്ങളെല്ലാം കേൾക്കേണ്ടത് നിയമത്തിനനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതി. ഓക്കെ? നിയമത്തിന് എതിരായ പ്രവർത്തനത്തെ നമ്മൾ പറയുന്ന പേര് കുറ്റം എന്നാണ്. എന്താ പേര്? കുറ്റം. കുറ്റം ചെയ്തവനാണ് കള്ളൻ. പറയാൻ മനസ്സിലായോ? ആരാണ് കള്ളൻ? ആരാണ് കള്ളൻ? നിയമം തെറ്റിക്കുന്നവനാണ് കള്ളൻ. ഓക്കെ? നിയമത്തിന് ഇപ്പം ഈ മഹലിൽ കുറെ നിയമങ്ങളുണ്ട്. മഹലിൽ കുറെ നിയമങ്ങളില്ലേ? ഈ നിയമത്തിനെതിരായ പ്രവർത്തനം ചെയ്യുന്നവൻ ആരാണ്? കള്ളനാണ്. കള്ളൻ ശിക്ഷിക്കപ്പെടണം. ഈ വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ് ഓർ നോ എന്ന് മാത്രം കേട്ടാൽ മതി. ഒന്ന് ഒച്ചത്ത് പറ. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളെ പഠിപ്പിച്ച കാര്യം എന്താ അറിയോ, ഇന്ത്യയിൽ കുറെ നിയമങ്ങളുണ്ട്, ഈ മഹലിൽ കുറെ നിയമങ്ങളുണ്ട്. ഈ നിയമത്തിനെതിരായ പ്രവർത്തനത്തെ നമ്മൾ പറയുന്ന പേര് കുറ്റമെന്നാണ്. കുറ്റം ചെയ്തവനാണ് കള്ളൻ അഥവാ കുറ്റവാളി. ഓക്കെ? കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. ഈ വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? വെരി ഗുഡ്. എങ്കിൽ എൻ്റെ ഒരൊറ്റ ചോദ്യം എന്നറിയോ, സാറേ നിങ്ങളെ വീട്ടിൽ കള്ളനുണ്ടോ? ഉണ്ട് എങ്കിൽ നിങ്ങൾ ശിക്ഷിക്കുമോ? എങ്കിൽ നിങ്ങൾ തങ്കപ്പെട്ട ബാപ്പയാണ്. സാറേ ഈ മഹലില് നിയമം തെറ്റിക്കുന്ന ആളുണ്ടോ? ഉണ്ട് എങ്കിൽ ഓൻ കള്ളനാണ്. മഹലോനെ ശിക്ഷിക്കണം. ശിക്ഷിക്കാൻ ധൈര്യമുണ്ടോ? എങ്കിൽ ഈ മഹല് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകും. ശരിയാണോ തെറ്റാണോ? അതേപോലെ എല്ലാ വീടുകളിലും നിയമമുണ്ട്. അവിടെ ഞാൻ പറഞ്ഞു, എന്റെ അച്ഛൻ എന്ത് നിയമം കൊണ്ടോ എനിക്ക് ബാങ്ക് കൊടുക്കണം വീട്ടിലെത്തണം പോയിട്ട്. ആ ഒരു നിയമത്തിന്റെ എതിർക്കപ്പെട്ടിട്ടാണെങ്കിൽ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മൈക്കൊക്കെ പുറകിൽ എത്തുന്നത്. അതല്ല ഇനി ഇഷ്ടം പോലെ നടന്നോന്ന് എന്റെ അച്ഛൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഈ മൈക്കയിലേക്ക് സംസാരിക്കുന്നത് നല്ല തങ്കപ്പെട്ട ഏതെങ്കിലും പൊട്ടനെ കിട്ടുമായിരുന്നു. ഞാനേതെങ്കിലും കള്ളോ കഞ്ചാവായിട്ട് അടിച്ചിട്ട് ഈ ആണിയിലാറ്റം കടന്നിട്ട് നിങ്ങളാറ്റം എടുത്ത് ഇവിടെ നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുന്നു. ആ ഒരു ബോധം എനിക്ക് നല്ലോണം. അങ്ങനെ തെറ്റ് കാണുമ്പോൾ തിരുത്തിയ ചങ്കുറപ്പുള്ളൊരു അച്ഛന്റെ മോനാ ഞാൻ. അതേപോലെ തന്നെ തെറ്റ് തിരുത്താൻ പ്രാപ്തിയുള്ള മുഹമ്മദിന്റെ ബാപ്പ നിയന്ത്രിച്ച ഇടവലക്കാരനാണ് ഞാൻ. എന്നെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ മാത്രമൊന്നുമല്ല, സൂപ്പി മാഷ് കീറിയിട്ട് തന്നു, കൃഷ്ണൻ മാഷ് നമ്മളെ മേത്തുനിന്ന് താണ്ഡവം നടത്തിയിരുന്നു, സുബൈദ ടീച്ചർ കുന്നീമ പിടിച്ച് തൂങ്ങീന്, എല്ലാവരോടും എനിക്ക് ഇന്ന് കടപ്പാടുണ്ട്. ഞാൻ അതുകൊണ്ട് എന്റെ മക്കളെ പോറ്റുന്നത് എന്റെ ബാപ്പയും മുഹമ്മദിന്റെ ബാപ്പയും സൂപ്പി മാഷും ഗോപാലകൃഷ്ണൻ മാഷും സൈനബ ടീച്ചറും എല്ലാം പഠിപ്പിച്ച നന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ്. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. തെറ്റ് കാണുമ്പോ അന്നേരം കൊടുത്തോളണം തിരുത്ത്. ശരിയാണോ തെറ്റാണോ? ഞാൻ ഒറ്റ എക്സാമ്പിൾ ഞാൻ ഇവിടം വരെ എത്തുന്ന ഒരൊറ്റക്കാണ് ഞാൻ പറഞ്ഞത്. എന്റെ അച്ഛൻ ഭീകരനാന്ന് പറയല്ലോ, മൃഗീയമായിട്ട് അടിച്ചാലും. മുഹമ്മദിന്റെ വാപ്പ അതിലും ഭീകരനാണ്. അതാണ് എനിക്കൊരു സമാധാനം. ഞാൻ രണ്ടാളും, ഞാൻ പഠിക്കും മോശമാണ്, മുഹമ്മദ് നല്ലോണം പഠിക്കും. ഞാൻ രണ്ടാളും സ്കൂളിൽ പോകുമ്പോൾ ഒന്നിച്ചാ പോവാ. അരക്ക് എപ്പോഴും ഒരു തോർത്തുണ്ടാവും. ഞാൻ എന്തിനാ തോർത്തെന്നറിയോ? ആ കുളത്ത് പോയി കുളിക്കുക. ഞാൻ രണ്ടാളും ആദ്യത്തെ ദിവസം കുളത്ത് പോയിട്ട് മരണക്കുളിയൊന്നും കുളിച്ചില്ല, വെറുതെ കുളിച്ചിങ്ങ് പോന്നു. കാരണം അച്ഛനും ബാപ്പയും പിടിച്ച കൊല്ലുന്നുള്ളത് കൊണ്ട് ഒന്നാമത്തെ ദിവസം അച്ഛനും മോന്റെ ബാപ്പയും പിടിച്ചില്ല. ഞാൻ രണ്ടാമത്തെ ദിവസം കുറച്ചു നേരം കൂടി നീന്തി, മൂന്നാമത്തെ ദിവസം നീന്ത്, നാലാമത്തെ ദിവസം കൊറേണത്തിനെയും കൂടി അങ്ങ് കൂട്ടി, അഞ്ചാമത്തെ ദിവസം തെങ്ങുമെന്ന് താഴേക്ക് തുള്ളി, ഏഴാമത്തെ ദിവസം നീന്തി കുളിച്ച് തോർത്തിട്ട് വീട്ടിലേക്ക് വരുമ്പോ എന്റെ അച്ഛൻ ഇങ്ങനെ ഉറഞ്ചല് കിട്ടിയ പോലെ കളിക്കുന്നു. ഞാൻ മുഹമ്മദ് പറഞ്ഞടാ, എന്റെ അച്ഛൻ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഞാൻ അവനെ അമ്മയോടുള്ള എന്തോ നമ്മളോട് എന്താക്കാനാ? പക്ഷെ മുഹമ്മദ് പറഞ്ഞ അല്ലല്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കേറിയതും ഇറയത്തുനിന്നൊരു മട്ടലെടുത്തിട്ട് 5-6 അടി നടുപ്പുറത്ത് അച്ഛൻ അടിച്ചടിഞ്ഞു. ഈ അടി കിട്ടിയപ്പോ ഞാൻ എന്റെ അച്ഛനോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ വെറുതെ തല്ലുക? ആരാ കുഞ്ഞുങ്ങള്? ഞാൻ തന്നെ.
അച്ഛൻ എന്ന് പറഞ്ഞതെന്നറിയോ, വെറുതെ നിന്നോട് ആരാ പറഞ്ഞത്? നീ ആ കുളത്ത് പോയി കുളിച്ചിരുന്ന? 10ാം ക്ലാസ് വരെ അന്തം വിട്ട ബുദ്ധി, 18 വയസ്സുകാരൻ അന്തം വിട്ട ബുദ്ധിയാണല്ലോ, വേണ്ടാത്തതല്ലേ പറയുള്ളൂ. ഞാൻ എന്റെ അച്ഛനോട് ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ കണ്ണോണ്ട് കണ്ടിനാ ഞാൻ കുളിക്കുന്നത്? കുട്ടീനെ വെറുതെ തല്ലുക. അച്ഛൻ എന്നോട് പറഞ്ഞൊരു മറുപടി, 2 അടിയും കൂടി തന്നിട്ട് പറഞ്ഞ മറുപടി എന്നറിയോ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണണമെന്നില്ല. എന്റെ കൂട്ടുകാരൻ അന്ത്രു ഇനി ആ കുളത്തുനിന്ന് കുളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്ക് എന്റെ അന്ത്രുവിനെയാണ് വിശ്വാസം. 2 പറന്ന അടിയും കൂടി കിട്ടിയപ്പോ ഇല്ലേ, ഞാൻ കുനിഞ്ഞങ്ങ് പോയി. കുനിഞ്ഞു പോയപ്പോ ഞാൻ കണ്ടെന്നറിയോ, മുഹമ്മദിനെ കവുങ്ങോട് കെട്ടിയിട്ട് അടിക്കുന്നു. അപ്പോഴാണ് എനക്കൊരു കുളിർമ വന്നത്. നോക്കുമ്പോ 2 ആളും കൂടി, എനിക്കതൊന്നുമല്ല, ഞാൻ നന്നാവാൻ കാരണം അത് മാത്രമല്ല, എനിക്ക് മനസ്സിലായി അച്ഛൻ വല്ലാത്ത സാധനാണ്. പക്ഷെ ഈ അടിയെല്ലാം നടക്കുമ്പോ എന്റെ അമ്മ ഏടുന്നോ വന്നിട്ട് എന്റെ അച്ഛനോട് പറഞ്ഞ വർത്താനം എന്റെ ചെവിയിൽ ഇപ്പോൾ മുഴങ്ങുന്നുണ്ട്. എന്റെ അച്ഛൻ അമ്മ പറയാണോ, നിങ്ങൾ എന്തിനാ എന്റെ മോനെ വെറുതെ പിടിച്ചടിക്കുന്നു? നിങ്ങളെ ദേഷ്യമല്ല എന്റെ മോനോടാണോ തീർക്കേണ്ടത്? എന്റെ വയറ്റിൽ 9.5 മാസം നീന്തി കുളിച്ച ചെക്കനായവൻ തങ്കു എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് 2 ഉമ്മേനെ തന്നു. എനക്ക് എന്റെ അമ്മേനെ കുറിച്ച് വന്ന ചിരി എന്താണെന്നറിയോ, യഥാർത്ഥ കുളത്ത് പോയി കുളിച്ച് സമ്മതമില്ലാണ്ട് കുളിച്ചിട്ട് അച്ഛൻ പിടിച്ചിട്ട് അടിക്കുമ്പോഴാണ് അമ്മ പറയുന്നത്, അമ്മേന്റെ മനസ്സിൽ ഞാൻ ഇപ്പോ ഗർഭപാത്രത്തിൽ നിന്ന് നീന്തുന്ന പൊട്ടനാണ്. എനിക്ക് എന്റെ അമ്മയെ കുറിച്ച് അന്ന് തോന്നലെന്താ അറിയോ, പൊട്ടത്തി, മരപ്പൊട്ടത്തി. ഈ അമ്മയ്ക്ക് ഇതുവരെ ഞാൻ വഴിതെറ്റിപ്പോന്നോ മനസ്സിലായിക്കില്ല. ആ വഴിതെറ്റലിൽ നിന്ന് എന്നെ നേരേക്ക് നയിച്ചു തരാം. ആ ഒരു അടി അന്ന് കിട്ടിയില്ലെങ്കിലേ ഞാനേതോ സമുദ്രത്തിലാറ്റം പോയിട്ട് മുങ്ങി മരിച്ചിട്ടുണ്ടോ. പക്ഷെ ഒരു സംഗതി കൂടി പറയാം, പിറ്റേന്ന് ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ കുളിച്ചിട്ടില്ല എന്നാ, ഞാനും മുമ്പൊന്നും പിറ്റേന്നും പോയി. പക്ഷെ അന്ത്രൂക്ക ഉണ്ടോന്ന് നോക്കി ആദ്യം. അന്ത്രൂക്ക ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ കുളിച്ചിട്ടുള്ളൂ. അതാണ് ചങ്കൂറ്റ്, മനസ്സിലായില്ലേ? അല്ലാണ്ട് ഇപ്പൊ നിങ്ങളെ കുഞ്ഞുങ്ങളെ ഒന്ന് തല്ലുമ്പോഴേക്ക് അപ്പോഴൊക്കെ തൂങ്ങി മരിക്കുന്നുണ്ടെങ്കിൽ അതാരുടെ പിടിപ്പ് കേടാ. അതാണ് ഞാൻ പറഞ്ഞത്, കള്ളൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് വേണം കുട്ടികളെ പോറ്റാൻ. 18 വയസ്സ് വരെ മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുതെന്ന് വാശി പിടിക്കുകയല്ല വേണ്ടത്. 18 വയസ്സ് വരെ സ്വതന്ത്രമായി മൊബൈൽ ഫോൺ അനുവദിക്കുന്നില്ല ഈ നിയമം. എന്റെ മോൻ കള്ളനാവുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കൊടുക്കണം നിങ്ങള്.